ആയിരങ്ങൾ വന്നുപോയ ആലപ്പുഴ വണ്ടർ ഫാൾസ് വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മനുഷ്യ വിസർജ്യം കൊണ്ട് മലിനമാക്കപ്പെട്ട ജലം. കൃത്രിമ വെള്ളച്ചാട്ടത്തിനായി കരുതിയിരുന്ന ജലത്തിന്റെ സാമ്പിളുകളിൽ നിന്ന് വൻതോതിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തി. 100 മില്ലിലിറ്റർ ജലത്തിൽ 1000-ൽ പരം ബാക്ടീരിയകൾ എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തുവന്നത്. കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയ ഇടത്ത് സ്ഥാപിച്ച കക്കൂസുകളിൽ നിന്നുള്ള മനുഷ്യ വിസർജ്യവും ഭൂഗർഭജലവുമായി കലർന്നിട്ടുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആലപ്പുഴ ബീച്ചിൽ വേനലവധി കാലത്ത് 2 മാസക്കാലമായി നടന്ന ബീച്ച് കാർണിവലുമായി ബന്ധപ്പെട്ട് ഗുരുതര പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന നിർമ്മാണങ്ങളടക്കം നടന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം വലിയ മാലിന്യ പ്രതിസന്ധിയാണ് ആലപ്പുഴ ബീച്ചും പരിസര പ്രദേശങ്ങളിലും നേരിടുന്നത് എന്നുള്ളതാണ്. വലിയ CRZ ലംഘനങ്ങൾ ഉൾപ്പെടെ നടന്നു പലയിടങ്ങളിലും. അതിൽ ഏറ്റവും നിർണായകമായിരുന്നത് ആ ബീച്ചിന്റെ ആ മണലിൽ കുഴിക്കക്കൂസുകൾ ഇറക്കി, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നുപോയ പ്രദർശനത്തിൽ കുഴിക്കക്കൂസുകൾ ഇറക്കിയാണ് ബീച്ചിൽ അത്തരത്തിലൊരു സൗകര്യം ഏർപ്പാട് ചെയ്തത് എന്നുള്ളതായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വിവരം അറിയിച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ, ഡയറക്ടർ ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ക്യൂനോ അടക്കമുള്ള ജീവനക്കാർ വന്നിരുന്നു. ഒപ്പം തന്നെ പരിസ്ഥിതി ഗവേഷണം നടത്തുന്ന ജീവനക്കാരും അതിനോടൊപ്പം ഗവേഷണ കേന്ദ്രത്തിലെ ജീവനക്കാരുണ്ടായിരുന്നു. അവർ വിവിധ ഇടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. ഈ വണ്ടർ ഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയ സിയാൻ എന്ന കമ്പനി ഒരുക്കിയ വണ്ടർ ഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിന്റെ ഇടത്തു നിന്നും അവിടുത്തെ കുഴൽക്കിണറിന്റെ ഭാഗമായി ശേഖരിച്ച വെള്ളം കൂടി, അതിന്റെ സാമ്പിളുകൾ കൂടി അവർ എടുത്തിരുന്നു. അതിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ ജലം, വണ്ടർ ഫോൾസ് എന്ന് പറയുന്നത് കൃത്രിമ വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നതായിരുന്നു. അതിന് ധാരാളം ജലം ആവശ്യമായി ഉണ്ടായിരുന്നു. ഈ CRZ മേഖലയിൽ അനധികൃതമായി കുഴൽക്കിണർ കുഴിച്ചാണ് അത്തരത്തിൽ വെള്ളം എടുത്തിരുന്നത്. ഈ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഞെട്ടിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ആ വെള്ളത്തിൽ കൂടുതലായിരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. അതായത് 100 ml വെള്ളത്തിൽ 1000-ലധികം കോളിഫോം ബാക്ടീരിയകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 3 ഇടത്ത് നിന്നാണ് ജലസാമ്പിളുകൾ ശേഖരിച്ചത്. ഈ റൈഡിന്റെ കീഴ്ഭാഗത്ത് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള ജലസാമ്പിളുകൾ ശേഖരിച്ചു. അവിടെ സംഭരിച്ചു വെച്ചിരുന്ന വെള്ളം ശേഖരിച്ചു. അതിലാണ് ഈ കോളിഫോം ബാക്ടീരിയയുടെ അളവ് എല്ലായിടത്തും ഒരുപോലെ കാണപ്പെട്ടത് എന്നുള്ളതാണ്.